ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ നേരമാണ് ഇത്. ഈ പ്രശ്നങ്ങളിൽ 24-ന് കഴിയുന്നതിന് പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകും എന്ന പതിവുറപ്പോടെ നമുക്ക് ആരംഭിക്കാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് ഒരുപക്ഷെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. സംസ്ഥാനത്ത് ഓൺലൈനായി മദ്യവിൽപ്പനയ്ക്ക് ഒരുങ്ങുകയാണ് ബെവ്കോ. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് സജ്ജമെന്ന് ബെവ്കോ MD സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നു. ഓൺലൈൻ ബുക്കിംഗിനായി മൊബൈൽ ആപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. ഡെലിവറി സമയത്ത് 23 വയസ്സ് പൂർത്തിയായെന്ന് തെളിയിക്കുന്ന രേഖ കാണിച്ചാൽ മാത്രമേ മദ്യം നൽകുകയുള്ളൂ എന്നൊക്കെയുള്ള വ്യവസ്ഥകളൊക്കെയുണ്ട്. എന്തായാലും സ്വിഗ്ഗി അടക്കമുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ശുപാർശ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഓൺലൈൻ മദ്യവിൽപ്പന സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്നുമാണ് എക്സൈസ് മന്ത്രി MB രാജേഷ് ഇന്ന് ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക, യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന രാസലഹരിയുടെ ഉപയോഗം തടയുക എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി സംസ്ഥാനത്ത് ഓൺലൈൻ വഴിയുള്ള മദ്യവിതരണത്തിന്റെ പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിന് മുൻപിൽ സമർപ്പിച്ചത്. ഓൺലൈൻ വഴി മദ്യവിതരണം ആരംഭിച്ചാൽ 2000 കോടിയുടെ അധിക വരുമാനം ഉണ്ടാകുമെന്നാണ് ബെവ്കോയുടെ കണക്കുകൂട്ടൽ. ഓൺലൈൻ ആപ്പിന്റെ നിർമ്മാണമടക്കം ബെവ്കോ പൂർത്തിയാക്കി. പദ്ധതിയോട് സ്വിഗ്ഗി താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മദ്യം വാങ്ങുന്നയാൾ 23 വയസ്സ് പൂർത്തിയായ രേഖ ഹാജരാക്കണം. കരിഞ്ചന്ത വിൽപ്പന ഒഴിവാക്കാൻ വാങ്ങുന്ന മദ്യത്തിന്റെ പരിധി 3 ലിറ്റർ ആക്കും. ഞങ്ങളിപ്പോ ഒരു പ്രപ്പോസൽ അയച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അംഗീകരിച്ചാൽ ടെൻഡറിലേക്ക് പോയിട്ട് ലോവസ്റ്റ് കോട്ട് ചെയ്യുന്ന ഡെലിവറി പാർട്ട്ണറെ ഞങ്ങൾ ചൂസ് ചെയ്യും. ആ വ്യക്തി 23 വയസ്സ് ക്രോസ് ആയാൽ മാത്രമേ ഡെലിവർ ചെയ്തിട്ട് തിരിച്ചു വരും. ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ആപ്പ് ഇപ്പോ ബുക്കിംഗ് ആപ്പ് ആയിട്ട് മാറും. ബുക്ക് ചെയ്തിട്ട് പിക്കപ്പ് കസ്റ്റമർ തന്നെ ചെയ്യേണ്ടി വരും. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. ഇത്തരം കാര്യത്തിൽ ഒരു അടിച്ചേൽപ്പിക്കുന്ന സമീപനം അല്ലെങ്കിൽ വളരെ നിർബന്ധപൂർവ്വം നടപ്പാക്കുന്ന ഒരു സമീപനം ഒരു കാലത്തും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സമൂഹം പൊതുവിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പാകമാവാതെ എടുത്തുചാടുന്നൊരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. നീക്കത്തിൽ നിന്ന് ബെവ്കോ പിന്മാറണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഈ ഭക്ഷണം ഓൺലൈനിൽ കൊടുത്താൽ മനസ്സിലാവും എന്തിനാണ് ഈ മദ്യം ഓൺലൈനിൽ കൊടുക്കുന്നത്. മദ്യത്തിൻ്റെ ഈ വ്യാപനം അവസാനിപ്പിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം. ബെവ്കോ ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. മദ്യത്തിനും ലഹരിക്കുമെതിരായ ബോധവൽക്കരണ പരിപാടിക്ക് തുരങ്കം വയ്ക്കുന്നതാണ് നടപടിയെന്ന് KCBCയും വിമർശിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 9700 കോടി രൂപയായിരുന്നു മദ്യവിൽപ്പനയിലൂടെയുള്ള സർക്കാർ വരുമാനം. ഓൺലൈൻ ഡെലിവറി കൂടി ആരംഭിച്ചാൽ 2000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാകുമെന്നാണ് ബെവ്കോയുടെ കണക്കുകൂട്ടൽ. ഭാവിയിൽ സർക്കാർ അനുമതി നൽകിയാൽ ഓൺലൈൻ ഡെലിവറി ചെയ്യാൻ പൂർണ്ണ സജ്ജമാണ് ബെവ്കോ. തിരുവനന്തപുരത്ത് നിന്നും മനീഷ് മഹിപാൽ, 24. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും മദ്യവിൽപ്പന ഓൺലൈനാക്കാൻ ബെവ്കോ ശുപാർശ നൽകിയ വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ പ്രതികരണങ്ങൾ ഇന്ന് വന്നു. സ്ത്രീകളടക്കമുള്ള വലിയ വിഭാഗം ഈ നടപടിയെ എതിർക്കുമ്പോൾ നല്ല നീക്കമാണ് ഇത് എന്ന് പറയുന്നവരുമുണ്ട്. അതിനോട് അഭിപ്രായം പറയാൻ അത് നല്ലതല്ല. ഇപ്പം തന്നെ മദ്യത്തിൻ്റെ ഇത് ഉപയോഗം കൂടുതലാണ്. ഇനി ഓൺലൈനും കൂടി ആകുമ്പോൾ ആൾക്കാർക്ക് വളരെ എളുപ്പമാണല്ലോ. ബുക്ക് ചെയ്താൽ മതി, പോയി വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പം പിന്നെയും ഇത് കൂടുകയേ ഉള്ളൂ. മദ്യം നിർത്തണം എന്നാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ. ബിക്കോസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനം എത്രമാത്രം മദ്യം കൊണ്ട് പ്രയാസപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അതുകൂടാതെ ഈ ജനങ്ങൾ ഇപ്പം കൊച്ചുകുട്ടികൾ വരെ മദ്യത്തിന് അടിമയായിക്കൊണ്ടിരിക്കുക. അത് ശക്തമായിട്ട് അത് എതിർക്കുന്നു ഞാൻ. ഓൺലൈനിൽ എന്തായാലും അത് നല്ല ഇതല്ലല്ലോ. ആൾക്കാരെ പിന്നെ അവർക്ക് ഗവൺമെൻറ് പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയല്ലേ തന്നുകൊണ്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ല, നല്ലാരും ആളുകൾ പോയി ഇത് ചെയ്യണ്ടല്ലോ. ഇവിടെ നമ്മളെ സംബന്ധിച്ച് കുഴപ്പമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്, കുഴപ്പമില്ലാത്ത കാര്യം. എന്തായാലും എല്ലാം ഇപ്പോൾ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്, പുരോഗമനം പോലെ. ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം കുട്ടികൾ എന്താ പറയുക, ഒരു പൊട്ട സ്വഭാവം അതിനേക്കാളും പൊട്ട സ്വഭാവത്തിലേക്ക് വീഴും. കുളത്തിൽ നിന്ന് കൊക്കർണിയിൽ പോകാന്ന് പറയില്ലേ, അതുപോലെയാവും. ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യരുത്. ഗവൺമെൻറ് ആയാലും ആരായാലും സപ്പോർട്ട് ചെയ്യരുത്. സർക്കാരിന് വരുമാനം കിട്ടുന്ന 3 പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ് മദ്യവിൽപ്പന എന്ന് പറയുന്നത്. അതപ്പോൾ കുറച്ചും കൂടി സുതാര്യമാക്കുന്നത് നല്ല കാര്യമാണ്. ആൾക്കാർ കുടിക്കട്ടെ, ആഘോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ. ഓൺലൈൻ വഴിയാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ മറ്റൊരു രീതിയിലേക്ക് പോകും.
അത് തെറ്റായ ഒരു നയമല്ലേ? വെറുതെ പോയി ക്യൂ നിൽക്കണ്ടല്ലേ, പിന്നല്ലേ, അത്രേ ഉള്ളൂ. നല്ല അഭിപ്രായം, എനിക്ക് നല്ല അഭിപ്രായം. ഇനിയും കുടിയന്മാരുടെ എണ്ണം വർദ്ധിക്കത്തില്ലേ? ഇത്ര ഈസി ആയിട്ട് കിട്ടുമ്പോൾ അവർക്കത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓർഡർ ചെയ്ത് കുടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും. അത് വീട്ടമ്മമാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. യോജിക്കുന്നു. അല്ല, അതാ പിന്നെ ഓർഡർ ചെയ്താൽ മതിയില്ല, അവിടെ പോയി നോക്കേണ്ട ആവശ്യമില്ല. ആ നല്ല തീരുമാനം. ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഓൺലൈനായിട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ മദ്യം മാത്രം വേണ്ടാന്ന് പറഞ്ഞ കാര്യമില്ല എൻ്റെ അകത്ത്. പിന്നെ മദ്യം കഴിക്കേണ്ടവർ എങ്ങനെയും പോയി വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ അതാണ് പൊതുജനങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ. ഇനി മറ്റൊരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇപ്പോൾ ഈ സംസ്ഥാനത്തെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് ലാഭത്തിലോടുന്നവയുമുണ്ട്, നഷ്ടത്തിലായതുമൊക്കെയുണ്ട്. അങ്ങനെ നഷ്ടത്തിലായുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടാറുണ്ട് സർക്കാർ. അങ്ങനെ അടച്ചുപൂട്ടപ്പെടുന്ന പദ്ധതികൾ അത് പിന്നീട് അതിനെന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം അത് പ്രസക്തമാണ്. വനംവകുപ്പിന് കീഴിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായി തുടങ്ങിയ നിലമ്പൂരിലെ കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അടച്ചുപൂട്ടിയിട്ട് 2 പതിറ്റാണ്ടാവുകയാണ്. ഫാക്ടറിയും ക്വാർട്ടേഴ്സുകളും ഇന്ന് കാട് കയറി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കഴിഞ്ഞു. പല പദ്ധതികളെക്കുറിച്ച് സർക്കാർ അവിടെ ആലോചിച്ചിരുന്നുവെങ്കിലും എല്ലാം ഫയലിൽ മാത്രം ഉറങ്ങുകയാണ്. പൊതുജനം കഴുതലെ സാർന്ന പരിപാടി അവഗണനയുടെ ആ കാഴ്ചകളിലേക്കാണ് ഇനി പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. കേരളത്തിൽ ഒരു വലിയ വിജയമാകേണ്ട എന്നാൽ ഒന്നുമല്ലാതായി തീർന്ന ഒരു പദ്ധതിയുടെ കെട്ടിടത്തിന്റെ മുൻപിലാണ് ഈ നിൽക്കുന്നത്. കനോലി പ്ലോട്ടിനകത്തെ കേരള വുഡ് ഇൻഡസ്ട്രീസ്. ഇപ്പോൾ ഇതാ സ്മാരകം പോലെ വർഷങ്ങളായി കിടക്കുന്നു. ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രത്തിനകത്താണ് ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ നശിക്കുന്നത്. 1981 മരവ്യവസായ ഫാക്ടറി കനോലി പ്ലോട്ടിൽ ആരംഭിക്കുന്നത്. തൊട്ടടുത്തായി അരുവാക്കോട് ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കുമുള്ള വിശാലമായ ക്വാർട്ടേഴ്സും. 500 പേർക്ക് പ്രത്യക്ഷമായും 1500-ലധികം ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ നൽകിയ സ്ഥാപനം. തേക്ക്, വീട്ടി എന്നിവയിൽ നിന്ന് വെനീർ ഉൽപ്പാദിപ്പിച്ച് വിദേശത്തേക്കടക്കം കയറ്റുമതി ചെയ്യുക, നിലമ്പൂർ തേക്ക് ഉപയോഗിച്ചുള്ള ഫർണിച്ചറിന്റെ വലിയ വിപണി എന്നിവയായിരുന്നു മരവ്യവസായ ഫാക്ടറിയുടെ ലക്ഷ്യം. ആദ്യമെല്ലാം മുന്നോട്ടുപോയി. എന്നാൽ 1993 നഷ്ടത്തിന്റെ പേരിൽ അടച്ചുപൂട്ടി. 2002 കെ സുധാകരൻ വനമന്ത്രിയായിരുന്ന കാലത്ത് കമ്പനി വീണ്ടും തുറന്നു. കോടികളായിരുന്നു യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ വാങ്ങുന്നതിലുള്ള മുതൽ മുടക്ക്. പക്ഷേ അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. 2006 പൂർണ്ണമായും താഴിട്ടു. കെടുകാര്യസ്ഥത ഉൾപ്പെടെ ആക്ഷേപമായി ഉയർന്നു വന്നു. ഇന്ന് 50 ഏക്കറിലേറെ ഭൂമിയിൽ സ്ഥാപിച്ച കമ്പനിയും ക്വാർട്ടേഴ്സുകളും പ്രേതാലയം പോലെ കിടക്കുന്നു. കേരള വുഡ് ഇൻഡസ്ട്രീസിലെ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനായി അന്ന് ഉണ്ടാക്കിയ ക്വാർട്ടേഴ്സുകളാണ് ഈ കാണുന്നതൊക്കെ തന്നെ. കാടുമൂടി എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താമെന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് തന്നെ ഏകദേശം ഒരു 60ഓളം ക്വാർട്ടേഴ്സുകൾ നമുക്ക് കാണാം. ഇവയൊക്കെ തന്നെ ലഹരിയുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ലഹരി കൈമാറ്റമൊക്കെ ഇവിടെ നടക്കുന്നു എന്നുള്ളത് വ്യാപക പരാതി നാട്ടുകാർ പലതവണ ഉന്നയിച്ചതാണ്. പക്ഷെ ഒരു നടപടിയും ഇല്ല. കാരണം ആരും ഇങ്ങോട്ടേക്കൊന്നും വരാത്ത, വനംവകുപ്പിൻ്റെ അനുമതിയില്ലാതെ കയറാൻ കഴിയാത്ത സ്ഥലത്താണ് ഇതൊക്കെ നിൽക്കുന്നത്. നിൽക്കാൻ തന്നെ പേടിയാണ്. കാരണം അത്രത്തോളം കാട് മൂടി കിടക്കുകയാണ്. ഇവിടെ ഒരു കൊലപാതകം ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഈ ക്വാർട്ടേഴ്സുകൾ പൊളിക്കാനോ ഈ പ്രദേശം ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഉപയോഗശൂന്യമായി നിരവധി കെട്ടിടങ്ങളാണ് വനമേഖലയിലുള്ളത്. ആരും തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. ഇതിപ്പോൾ വനം വകുപ്പും തിരിഞ്ഞു കൊടുക്കുന്നില്ല, അധികാരിവർഗങ്ങളും തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പോൾ ഈ മേഖല കൊലപാതകങ്ങൾക്കും മദ്യമാഫിയകൾക്കും പല രീതിയിലുള്ള ലഹരി മാഫിയകൾക്കുള്ളൊരു ആവാസ കേന്ദ്രമാക്കിയിട്ടാണ് ഇപ്പോൾ ഈ വനം വകുപ്പ്. ഇതിനെല്ലാം പറയേണ്ടത് വനം വകുപ്പിൻ്റെ അനാസ്ഥകളെന്നേ പറയാൻ കഴിയുള്ളൂ. എത്ര ബിൽഡിങ്ങുകളാണ് ഇതിനകത്ത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗണേഷ് കുമാർ വനം വകുപ്പ് മന്ത്രിയും അനിൽകുമാർ ടൂറിസം മന്ത്രി ആയിരിക്കുന്ന കാലത്ത് ചെയ്തതാണിത്. പിന്നീട് അവർക്ക് പോലും ഇത് പൂർത്തീകരിക്കാൻ കഴിയാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വനം മന്ത്രിമാരെല്ലാം ഇവിടം സന്ദർശിക്കും, പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും. പക്ഷേ പിന്നീട് മുന്നോട്ടു പോകില്ല. നിലമ്പൂർ നഗരത്തിന്റെ ഹൃദയത്തിൽ മികച്ച രീതിയിൽ ഒരു ടൂറിസം പദ്ധതി കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇങ്ങനെ വെറുതെ ഇല്ലാതാകുന്നത്. ഇക്കോ ടൂറിസം, ജൈവ ഉദ്യാനം, ഇങ്ങനെ പദ്ധതികൾ പലതും ചർച്ചയിലുണ്ട്, ഫയലിലുണ്ട്. പക്ഷേ കാലം ഇത്രയായിട്ടും ഒന്നും നടപ്പാകുന്നില്ല എന്നുള്ളത് മാത്രം.
ഇപ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് അത് ഇവിടേക്ക് താമസ സൗകര്യം ഒരുക്കുക, ഇങ്ങോട്ടേക്കൊരു വഴി വെട്ടുക എന്നാണെങ്കിൽ അത് നിലമ്പൂരിലെ ടൂറിസത്തിന് എത്രത്തോളം വലിയ ഗുണകരമാകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും അറിയാത്തവരല്ല ഈ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് ഇതിനൊരു ശാപമോക്ഷം വേണം. അതിനായി നാട്ടുകാർ ഒത്തൊരുമിച്ച് പറയുകയാണ്, എത്രയും വേഗം ഒരു നടപടി വേണം. ഇത് പൊളിച്ചു മാറ്റുന്നതിലുൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളണം. വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. യെസ്, നമ്മുടെ കമന്റ് ബോക്സിൽ പ്രേക്ഷകരൊക്കെ തന്നെ ഈ മദ്യം ഓൺലൈനായി നൽകുന്ന കാര്യം, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമന്റുകൾ നൽകുന്നുണ്ട്. പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് പേർ പറയുന്നുണ്ട്. അതിൽ അബ്രഹാം തോമസ് പറയുന്നു, കുടിയന്മാരെ കുടിച്ച് സർക്കാരിനെ സഹായിക്കൂ, കുടുംബത്തെ തകർക്കൂ എന്ന് പറയുന്നു. അങ്ങനെ അത് വിമർശനാത്മകമായിട്ടൊക്കെ അങ്ങനെ ഒരുപാട് കമന്റുകൾ കാണുന്നുണ്ട്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ഇതിനെ എതിർക്കുന്നവരാണെന്നാണ് ഈ കമന്റുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ആളുകൾക്കിടയിലേക്ക് പാഞ്ഞുകയറി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിലേക്ക് ആദ്യം. രാഹുൽ വിജയൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് സംഭവിച്ചത്? എനിക്ക് തോന്നുന്നത് ബസ് സ്റ്റാൻഡിനകത്താണ്. അപ്പോൾ ഈ ഡ്രൈവർ ഇതൊന്നും എവിടെ നോക്കിയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്? എന്താണ് സംഭവം? പ്രജൻ, എന്താണ് സംഭവിച്ചതെന്നുള്ളത് വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് എന്ന് മാത്രം ഈ ഘട്ടത്തിൽ നമ്മൾ പറയുന്നു. അതിന്റെ സാങ്കേതിക വശങ്ങളൊക്കെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കേണ്ടതാണ്. വൈകിട്ട് 5:17 ഈ അപകടം നടക്കുന്നത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയ ബസ്സാണ്. ആ ബസ് കാത്തിരിക്കുന്ന 3 പേരുണ്ടായിരുന്നു. അവർ ആ കസേരയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ ബസ് ഈ സ്റ്റാൻഡിലേക്ക് ഒതുക്കുന്നതിന് വേണ്ടി റൗണ്ട് തിരിഞ്ഞു വരുന്നു. ആ വരവിൽ തന്നെ ഇവരുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അതായത് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പും മറികടന്ന് ഈ വാഹനം മുകളിലേക്ക് ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കയറുകയായിരുന്നു. 3 പേരും അടിയിൽപ്പെട്ടു, ഈ ബസ്സിന് അടിയിൽപ്പെട്ടു. അവരെ ആ സമീപത്തുണ്ടായിരുന്ന പോലീസുകാരും നാട്ടുകാരും ചേർന്നാണ് പുറത്തേക്ക് എടുക്കുകയും ചെയ്ത് അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ഈ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ നടക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഒരു യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അതേ രീതിയിൽ തന്നെ ഇന്നും ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. എന്തായാലും ആൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നിലവിൽ പോലീസ് കേസൊന്നും എടുത്തിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയും ഈ സ്ഥലത്തുണ്ടാവും. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി കണ്ടെത്തുകയും ചെയ്യും. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി കുടിവെള്ളം കിട്ടാതെ വലഞ്ഞിരിക്കുകയാണ് കൊച്ചി നഗരവാസികൾ. പാലാരിവട്ടം, കലൂർ, തമ്മനം, പൂണിത്തുറ, വൈറ്റില എന്നീ പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ദിവസങ്ങളായി. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത സ്ഥിതിയാണുള്ളതെന്ന് ഇവിടുത്തുകാർ പറയുന്നു. കൊച്ചി നഗരത്തിൽ കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. മെട്രോപൊളിറ്റൻ നഗരമായ കൊച്ചിയിലെ പല പ്രദേശങ്ങളിലും കുടിവെള്ളം കിട്ടാതെയായിരിക്കുകയാണ്. കുട്ടികളും ഗർഭിണികളും രോഗികളുമടക്കം നിരവധി പേർ ദുരിതത്തിലാണ്. തീർത്താലും തീരാത്ത അറ്റകുറ്റപ്പണിയിൽ കൊച്ചിയിലെ കുടിവെള്ളം തന്നെ മുട്ടിയിരിക്കുകയാണ്. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം സംബന്ധിച്ച പരാതികൾ തുടരവെയാണ് കഴിഞ്ഞ 10 ദിവസമായി പ്രതിസന്ധി അതിദുരിതമായി മാറാൻ തുടങ്ങിയിട്ട്. പാലാരിവട്ടം, തമ്മനം, പൂണിത്തുറ, വൈറ്റില, പൊന്നുരുന്നി, കലൂർ എന്നിങ്ങനെ കൊച്ചിയുടെ ജനങ്ങൾ വളരെയധികം തിങ്ങിപ്പാർക്കുന്നിടങ്ങളിലാണ് കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷൻ മൊത്തത്തിൽ കൊച്ചിയടക്കം, കാരണം വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഞങ്ങൾക്ക് ആർക്കും കിട്ടണില്ല. ഇത്രയും മഴ പെയ്തിട്ട് ഇത്രയും ടാങ്ക് നിറഞ്ഞു കിടന്നിട്ട് ഈ വെള്ളമൊക്കെ എവിടെ പോകണം? എന്താണ് ഇവരുടെ ബുദ്ധിമുട്ട്? വേനൽക്കാലത്ത് പോലും നമുക്കിങ്ങനെ ബുദ്ധിമുട്ടില്ല. ഈ വെള്ളം എവിടെ പോകണം എന്നുള്ളത് കണ്ടുപിടിക്കണം. അനധികൃതമായിട്ട് കട്ടുമുട്ടിച്ച് വെള്ളം കൊടുക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണി കാരണമാണ് പമ്പിംഗ് മുടങ്ങുന്നതെന്നാണ് വാട്ടർ അതോറിറ്റി നൽകുന്ന വിശദീകരണമെങ്കിലും വെള്ളം കൃത്യമായി എന്ന് ലഭ്യമാക്കുമെന്ന ഒരു ഉറപ്പും കൊടുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. എന്ത് ചെയ്യാനോ ഞങ്ങൾക്ക് ഈ കൊച്ചുങ്ങൾ സ്കൂളിൽ വിടാനോ വെള്ളം വിടാനോ ഒന്നും ഞങ്ങളെ കൊണ്ട് സാധിക്കണില്ല. ഈ ജോലിക്ക് പോകണ വീട്ടു ജോലി എടുത്തിട്ട് വേണ്ടി ഞങ്ങൾക്ക് കഴിയാൻ. ഞങ്ങൾക്ക് വണ്ടിയിൽ വെള്ളം എടുക്കാനുള്ള സൗകര്യം ഞങ്ങൾക്കില്ല. പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥ. രോഗികളും പ്രായമായവരും കുട്ടികളുമടക്കം വെള്ളമില്ലാതെ വലയുകയാണ്. ടാങ്കറുകളിൽ കൃത്യമായി വെള്ളം ലഭിക്കുന്നില്ല. കാശ് മുടക്കി വെള്ളം വരുത്തിക്കാൻ പല കുടുംബങ്ങൾക്കും കഴിയാത്ത ഗതിയാണ്. ടാങ്കറിന് ഇപ്പോൾ എല്ലാ ദിവസവും വെള്ളം അടിക്കുന്നതാണ്. ഡെയിലി വെള്ളമില്ല. ഇപ്പോൾ പ്രായമായ അപ്പനും അമ്മയൊക്കെ ഉള്ളത്, അവർക്ക് ഇപ്പോൾ ഒന്നാമത് ബാത്റൂമിൽ പോകാനൊക്കെയാണ് വെള്ളമില്ലാത്തതുകൊണ്ട് പുറത്ത് പെങ്ങളുടെ വീട്ടിലൊക്കെ പോയിക്കണായിരുന്നു. ഒരാഴ്ചയായിട്ടും അവിടെ ആയിരുന്നു.
കൊച്ചിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടപെടൽ കൃത്യമായുണ്ടായില്ലെങ്കിൽ ജനപ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നാണ് ഇവർ പറയുന്നത്. അതീഷിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും അറ്റകുറ്റപ്പണിക്ക് പണിയുള്ളതുകൊണ്ടാണ് ഈ രീതിയിൽ കുടിവെള്ളം മുടങ്ങുന്നത് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു. പക്ഷേ എപ്പോൾ ഈ കുടിവെള്ള വിതരണം പുനരാരംഭിക്കാൻ കഴിയുമെന്ന് അധികൃതർ പറയുന്നുമില്ല. നോക്കാം ചില പ്രതികരണങ്ങൾ കൂടി. ഈ പെണ്ണുങ്ങൾക്ക് മറ്റൊക്കെ റോട്ടിൽ പോയിട്ട് കോരാൻ പറ്റുമോ? വെള്ളത്തിന്റെ വണ്ടി വരാൻ തരുത്. അല്ല, വെള്ളത്തിന്റെ വണ്ടി വരുമ്പോൾ അവിടെ വരെ പോകാൻ പറ്റുമോ? ഞങ്ങൾ എല്ലാ ജനങ്ങളും കൂടി ഒന്നിച്ച് പ്രക്ഷോഭത്തിനായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസും ഹൈവേയും ഞങ്ങൾ ഇത് ഉപരോധിക്കും. അത് ഉറപ്പായും. ഇതുപോലൊരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. 40 വർഷത്തിനോടകത്ത് ആദ്യത്തെ അനുഭവമാണ് ഇത്. ഈ 6 ദിവസം വെള്ളമില്ലാത്ത അനുഭവം. വെള്ളം നമുക്കില്ല. ബില്ല് വന്നത് 1000 രൂപ, 1500 രൂപ അഡീഷണൽ ബില്ലും അങ്ങനെയൊക്കെ ഞങ്ങൾക്കൊക്കെ വന്നത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? വെള്ളം മാത്രം ഇല്ല, മീറ്ററൊക്കെ കറങ്ങണമുണ്ട്. എന്ത് ചെയ്യണം ഞങ്ങൾ? ഇന്നിതാ ഇപ്പൊ സത്യം പറഞ്ഞ ഉച്ചയ്ക്ക് കപ്പയാണ് വേവിച്ചു വെച്ചത്. കപ്പയും ഒരു ചമ്മന്തി അരച്ചാൽ ഇന്ന് ഉച്ച കഴിഞ്ഞത്. ഇനി വൈകുന്നേരം വെള്ളമില്ല അരിയുടെ. അപ്പം ചപ്പാത്തി എന്തെങ്കിലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനേ നിവർത്തിയുള്ളൂ. ഇല്ലാതെ 3-4 കറികൾ വെക്കാനുള്ള വെള്ളം ഇല്ല. കുടിവെള്ളം ഇല്ലാതെ എന്ത് ചെയ്യും? നേരത്തെ ഇടുക്കിയിലെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനം അടച്ചുപൂട്ടിയതും അതിപ്പോൾ സാമൂഹ്യ വിതരണ താവളമായി മാറിയ കാര്യമൊക്കെ നേരത്തെ റിപ്പോർട്ട് പ്രേക്ഷകർ കണ്ടതാണ്. അത് ഒറ്റപ്പെട്ട സംഭവമല്ല, എല്ലായിടങ്ങളിലും അത്തരം കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അത് മലപ്പുറം താനൂർ കാട്ടിലങ്ങാടിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് സർക്കാർ നിർമ്മിച്ച സ്വിമ്മിംഗ് പൂളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. കായിക മന്ത്രിയുടെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയാണിത്. സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി ഈ കുളം ഇപ്പോൾ മാറിക്കഴിഞ്ഞു. കാട്ടിലങ്ങാടി സ്റ്റേഡിയത്തിന് സമീപം നിർമ്മിച്ച നീന്തൽക്കുളം, സർക്കാരിന് ചിലവ് ലക്ഷങ്ങൾ. എന്നിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോ? അതെ, മദ്യപാനികൾക്കാണെന്ന് മാത്രം. അനായാസം നീന്തൽ പരിശീലിക്കാവുന്ന നീന്തൽക്കുളം, ഒപ്പം ശുചിമുറിയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം പിന്നിടുമ്പോൾ ബന്ധപ്പെട്ടവരുടെ അനാസ്ഥ മൂലം നശിക്കുകയാണ് ഈ നീന്തൽക്കുളം. കുളം കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറി. ശുചിമുറികൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളവും. 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന കാട്ടിലങ്ങാടി സ്കൂളിന് സമീപമാണ് മദ്യപന്മാർ കഴിഞ്ഞാടാൻ ലക്ഷങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത്. ചുറ്റുപാടുകൾ പുൽക്കാടുകളായി മാറി. നമ്മുടെ മലപ്പുറം ജില്ലയിൽ അഗ്നിസേനയുടെ കണക്ക് പ്രകാരം ഈ വർഷം 26 മുങ്ങിമരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ 3 എണ്ണം ഈ താനൂരിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത്തരം മുങ്ങിമരണങ്ങളിൽ നിന്നെല്ലാം വിദ്യാർത്ഥികളെയും യുവാക്കളെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ നീന്തൽ പരിശീലനം തുടങ്ങണമെന്ന് ആവശ്യപ്പെടുന്നത്. ആ നീന്തൽ പരിശീലനം നടത്താൻ മതിയായൊരു സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇത്തരം പൂളുകളെ ആശ്രയിച്ച് പൂളുകൾ വേണമെന്നൊക്കെ നിർബന്ധം പിടിക്കുന്നത്. അങ്ങനെ ഒരു പൂൾ ഇവിടെ നിർമ്മിച്ചിട്ട് 3 വർഷമായിട്ട് ഉപയോഗശൂന്യമായി കിടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ അപമാനം വേറെന്തുണ്ട്? ഉദ്ഘാടനം കഴിഞ്ഞതിൽ പിന്നെ നീന്തൽക്കുളം ബന്ധപ്പെട്ടവർക്ക് കൈമാറിയിട്ടില്ല. നിർമ്മാണത്തിൽ ചില അപാകതകളുണ്ട്. അവ പരിഹരിച്ചാലേ കൈമാറ്റം നടക്കൂ. ഇത് രണ്ടും നടക്കാത്തതാണ് നീന്തൽക്കുളത്തിന് ഈ ഗതി വരാൻ കാരണം. തീരദേശ മേഖലയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന നീന്തൽക്കുളമാണ് ഇങ്ങനെ നശിക്കുന്നത്. സർക്കാരിന് നഷ്ടം ലക്ഷങ്ങളും. കായിക വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഈ സംഭവം ഒന്നുകൂടി ഓർക്കണം. അടിയന്തര നടപടിയാണ് വിഷയത്തിൽ വേണ്ടത്. സമീർ ബിൻ കരീം, 24, തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടി ഇന്ന് ഇവിടെ നിർത്തുന്നു. കൂടുതൽ ജനകീയ വിഷയങ്ങളുമായി നാളെ ഇതേ സമയം.